5 കുട്ടികളുടെയും മൃതശരീരങ്ങൾ, ഭൗതിക ശരീരങ്ങൾ അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. നേരത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുറേ നേരം അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവിടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിനകത്ത്. അവരുടെ രക്ഷിതാക്കൾ തന്നെയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഗവർണറും മന്ത്രിമാരും അടക്കമുള്ള പൊതുപ്രവർത്തകർ, മറ്റ് സാധാരണ മനുഷ്യർ ഈ അപകട വാർത്തയറിഞ്ഞ്, അങ്ങേയറ്റം ഹൃദയഭേദകമായ വാർത്തയറിഞ്ഞ് അവിടേക്ക് എത്തിച്ചേർന്ന നിരവധി പേർ. അപ്പം ഏറ്റവും ദുഃഖകരമായി തോന്നിയ ദൃശ്യങ്ങൾ ആ കുട്ടികളുടെ സഹപാഠികൾ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴായിരുന്നു. അങ്ങേയറ്റം സങ്കടകരമായ, പ്രത്യേകിച്ച് അത് പറയേണ്ടതില്ല, എത്രയ്ക്ക് ഹൃദയഭേദകമായൊരു വാർത്തയായിരിക്കും അവർക്ക് അത് എന്നത്. 19 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് മരിച്ചുപോയത്. അതിൽ തന്നെ 1.5 മാസത്തിനകത്ത് തന്നെ വലിയ സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് അതിലൊരു കൂട്ടായ്മയോടൊപ്പം സിനിമ കാണാനായിട്ട് ഇന്നലെ രാത്രി പോയവരിൽ 5 പേരാണ് മരിച്ചുപോയത്. 11 പേരാകെ ഉണ്ടായിരുന്നു. അതിൽ 6 പേര് ഇപ്പോൾ ആശുപത്രിയിലാണ്. അവരുടെ ഈ വാഹനത്തിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഇപ്പോൾ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള അവരുടെ ജീവിതകാലത്തെല്ലാം ഏറ്റവും ദുഃഖകരമായ ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ അവരവരുടെ വസതികളിലേക്ക്, വീടുകളിലേക്ക് അവരുടെ ഭൗതിക ശരീരം കൊണ്ടുപോവുകയാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പഠന കാലഘട്ടത്തിലേക്ക് കടന്ന് 1.5 മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഇത്ര കനത്ത മഴയുണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഇന്നും ആ ക്യാമ്പസിലേക്ക് പോകേണ്ടവരാണ്. അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ച കേരളം കണ്ടു നിൽക്കുകയാണ്. ആസിഫ്, എപ്പോഴാണ് അവരുടെ സംസ്കാരമൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്? കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഒരു കുട്ടി ലക്ഷദ്വീപുകാരനുമാണ്. തീർച്ചയായും ഇപ്പോൾ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നത്. അങ്ങനെ വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ അവരുടെ നാട്ടുകളിലേക്കും സംസ്കാരം നിശ്ചയിച്ച സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. അല്പം മുമ്പ് കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് ആംബുലൻസിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. പൊതുദർശനം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോയി കണ്ണൂരിലെ നാട്ടിലേക്ക് ഇനി എത്തിക്കുന്നത് തന്നെ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. കാരണം വളരെ ദൂരം ഓടി വേണം ഇനി കണ്ണൂരിലേക്ക് എത്തിക്കാൻ. ഇനി ഇപ്പോൾ എടുക്കുന്ന മൃതദേഹം എന്ന് പറയുന്നത് ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹമാണ്. ഇബ്രാഹിമിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല, എറണാകുളത്താണ് സംസ്കരിക്കുക. എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ ഇബ്രാഹിമിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ ആവശ്യമായുള്ള നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ആ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. ഏതായാലും ബന്ധുക്കളടക്കമുള്ളവർ, മാതാപിതാക്കളടക്കമുള്ളവർ രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തിയിരുന്നു. കൊച്ചിയിലേക്ക് വിമാനമാർഗമെത്തി അവിടെ നിന്ന് ആണ് അല്പം മുമ്പ് മാതാപിതാക്കളടക്കം ലക്ഷദ്വീപിൽ നിന്ന് എത്തിയത്. ഇനി ഇവിടെ നിന്ന് ഇനി എറണാകുളത്തേക്ക് കൊണ്ടുപോയി എറണാകുളത്ത് സംസ്കാര നടപടികൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇബ്രാഹിമിൻ്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി അത് കൊച്ചിയിലേക്ക് എത്തിച്ച് ടൗൺ ജുമാ മസ്ജിദിൽ സംസ്കാര നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലാക്കുന്നതനുസരിച്ച് 4 മണിയോടുകൂടി 4 മണി പ്രാർത്ഥനയോടുകൂടിയായിരിക്കും, അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ ഖബർ അടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 2 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് പൊതുദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് വെളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആദ്യം കണ്ണൂർ സ്വദേശി അബ്ദുൽ ജബ്ബാറിൻ്റെ മൃതദേഹമാണ് കൊണ്ടുപോയത്. ഇന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് നമുക്ക് അവിടെ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവിടെ നിന്ന് പ്രാർത്ഥന അടക്കമുള്ളവ പൂർത്തിയാക്കിയാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. മറ്റുള്ളവരുടെ മൃതദേഹവും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് അവരുടെ വസതികളിലേക്ക് കൊണ്ടുപോകും. അതിനാവശ്യമായുള്ള ആംബുലൻസ് സജ്ജീകരണങ്ങൾ അടക്കം ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായി വന്ന എല്ലാവർക്കും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് എത്തിയവർക്ക് മുഴുവൻ കാണാൻ
ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പരമാവധി ആളുകളെ കാണിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് നാടൊന്നാകെ ഈ ഒരു വേദനയുടെ ഭാഗമായപ്പോൾ ഈ വിദ്യാർത്ഥികളെ ഒരു നോക്ക് കാണാൻ ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയുള്ള സമയത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്യണം. കാരണം ഇവരുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം ഇനി നാട്ടിലെത്തിയിട്ട് നടത്തിയതിന് ശേഷം വേണം ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച അതേ സമയത്ത് തന്നെ പൊതുദർശനം അവസാനിപ്പിച്ച ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ നാടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്.